അവഞ്ചേഴ്സിന്റെ മ്യൂസിയത്തിന്റെ ഇനാഗ്രേഷൻ നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അയൺമാന്റെ വില്ലനായ വിപ്ലാഷ് അവിടേക്ക് എത്തുന്നു. വിപ്ലാഷ് അവഞ്ചേഴ്സിനെ തന്റെ ടെക്കിന്റെ സഹായത്തോടെ ആക്രമിക്കുന്നു. അവഞ്ചേഴ്സിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഹൾക്ക് എനിക്ക് വേദനിക്കുന്നടാ എന്ന് പറഞ്ഞിട്ട് വിപ്ലാഷിനെ എടുത്തിട്ട് അലക്കുന്നു. വിപ്ലാഷിന്റെ ടെക്ക് വീണ്ടും പവറപ്പ് ആയിട്ട് അവഞ്ചേഴ്സിനെ ക്യാപ്ചർ ചെയ്യുന്നു. അത് കണ്ട ബ്ലാക്ക് വിഡോ ഒരു വാട്ടർ എക്സ്റ്റിംഗ്വിഷറിന്റെ സഹായത്തോടെ വിപ്ലാഷിന്റെ ദേഹത്തേക്ക് വെള്ളം അടിച്ച് വിപ്ലാഷിന്റെ പവേഴ്സ് ഇല്ലാതാക്കുന്നു. അതോടെ ഹൾക്ക് വിപ്ലാഷിനെ തറ പറ്റിക്കുന്നു. പിന്നീട് വിപ്ലാഷിന്റെ പുതിയ ടെക്ക് എവിടെ നിന്നാണ് വന്നതെന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ച അവഞ്ചേഴ്സ് ആ ടെക്ക് വന്ന ലൊക്കേഷനിലേക്ക് പോകുന്നു. അത് എയിമിന്റെ ഒരു ബേസ് ആയിരുന്നു. എയിമിന്റെ ബേസിനുള്ളിലേക്ക് പ്രവേശിച്ച അവഞ്ചേഴ്സും എയിം ഏജന്റ്സ് തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. എയിം ഏജന്റ്സിന്റെ കയ്യിൽ പുതിയ ടെക്ക് വെപ്പൺസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എയിം ഏജന്റ്സിനെ അവഞ്ചേഴ്സ് തറ പറ്റിക്കുന്നു. അവഞ്ചേഴ്സ് മറ്റൊരു റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ഒരു പോർട്ടൽ കാണുകയാണ്. ആ പോർട്ടല് സത്യത്തിൽ സ്പേസിലൂടെ സഞ്ചരിക്കാനുള്ളതല്ല, ആ പോർട്ടല് ടൈമിലൂടെ സഞ്ചരിക്കാനുള്ളതാണെന്ന് അവഞ്ചേഴ്സ് മനസ്സിലാക്കുന്നു. പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സിനെ എയിം ഏജന്റ്സ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാൻ ആ പോർട്ടലിലൂടെ ട്രാവൽ ചെയ്ത് മറ്റൊരു ടൈം ലൈനിലേക്ക് എത്തുകയാണ്. അവിടെ ടോണി സ്റ്റാർക്ക് ഒരുപാട് പുതിയ ടെക്ക് വെപ്പൺസ് കാണുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു സിംബയോട്ട് പോലെ എന്തോ ഒന്ന് ടോണി സ്റ്റാർക്കിനെ പിടികൂടുന്നു. ആ സമയത്ത് അവിടേക്ക് മറ്റൊരാൾ എത്തുകയാണ്. അതെ, അയാളാണ് കാങ് ദ കോൺക്വറർ. താൻ കാങ് ദ കോൺക്വറർ ആണെന്നും നീ ഇപ്പോൾ 1000 വർഷങ്ങൾക്ക് ഫ്യൂച്ചറിലാണെന്നും ടോണി സ്റ്റാർക്കിനോട് കാങ് പറയുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ കാങ്ങിനെ ടോണി സ്റ്റാർക്ക് തന്റെ മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. എന്നിട്ട് അയൺമാൻ അവിടെ ഉണ്ടായിരുന്ന കാങ്ങിന്റെ പുതിയ ടെക്ക് വെപ്പൺസ് എല്ലാം ഷൂട്ട് ചെയ്ത് നശിപ്പിക്കുന്നു. അത് കണ്ട കാങ് ടോണി സ്റ്റാർക്കിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ടോണി സ്റ്റാർക്ക് കാങ്ങിനെയും എടുത്തോണ്ട് ആ പോർട്ടലിലൂടെ ട്രാവൽ ചെയ്ത് തന്റെ ടൈം ലൈനിലേക്ക് തിരിച്ചെത്തുന്നു. അവഞ്ചേഴ്സും എയിം ഏജന്റ്സും തമ്മിൽ ഇപ്പോഴും പോരാട്ടം നടക്കുവാണ്. അവഞ്ചേഴ്സ് എത്ര ആക്രമിച്ചിട്ടും കാങ്ങിന് ഒന്നും സംഭവിക്കുന്നില്ല. കാങ് എയിം ഏജന്റ്സിനെയും കൂട്ടിക്കൊണ്ട് ആ പോർട്ടലിലേക്ക് പ്രവേശിക്കുന്നു. കാങ് പോയതോടെ ആ പോർട്ടലും അപ്രത്യക്ഷമാകുന്നു. തിരികെ അവഞ്ചേഴ്സ് ടവറിലേക്ക് എത്തിയ ടോണി സ്റ്റാർക്ക് വിപ്ലാഷിന്റെ ടെക്കിൽ വീണ്ടും എക്സ്പെരിമെന്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സ് ടവറിന് മുകളിൽ കാങ് തന്റെ സ്പേസ്ഷിപ്പ് കൊണ്ടുവന്നിട്ട് റെയിൻ ഫയർ ചെയ്യുന്നു. ഒട്ടും താമസിയാതെ കാങ്ങിനെ തടയാൻ അവഞ്ചേഴ്സ് ആ സ്പേസ്ഷിപ്പിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവഞ്ചേഴ്സ് കാങ്ങിന്റെ സ്പേസ്ഷിപ്പിൽ കയറുന്നു. ടോണി സ്റ്റാർക്കിനെ വീണ്ടും കാങ് പിടികൂടി. കാങ് മാൻഹാട്ടനെ നശിപ്പിക്കാൻ ഒരു വലിയ മെഷീൻ ഗണ്ണ് തയ്യാറാക്കുന്നു. ഹൾക്കും തോറും ഹോക്കയും എത്ര ശ്രമിച്ചിട്ടും ആ മെഷീൻ ഗണ്ണ് നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആ മെഷീൻ ഗണ്ണിന് ഒരു ഷീൽഡ് ഉണ്ട്. ഈ സമയത്ത് കാങ്ങിനെ ട്രിക്ക് ചെയ്ത് അയൺമാൻ കാങ്ങിനെ ആക്രമിച്ച് തറ പറ്റിക്കുന്നു. അതോടെ ആ മെഷീൻ ഗണ്ണിന്റെ ഷീൽഡ് ഇല്ലാതായി. അത് കണ്ട ഹൾക്കും തോറും ആ മെഷീൻ ഗണ്ണ് നശിപ്പിക്കുന്നു. ഈ സമയത്ത് കാങ് ദ കോൺക്വറർ ക്യാപ്റ്റൻ അമേരിക്കയും ഫാൽക്കണയും ആക്രമിച്ച് തറ പറ്റിക്കുന്നു. പെട്ടെന്ന് തന്നെ കാങ് തന്റെ സ്പേസ്ഷിപ്പ് ഫ്യൂച്ചറിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. അത് കണ്ട തോറ് കാങ്ങിന്റെ നേരെ മ്യോൾനിയർ വലിച്ചെറിയുന്നുണ്ടെങ്കിലും കാങ്ങിന്റെ ഷീൽഡിൽ തട്ടിയിട്ട് മ്യോൾനിയർ തെറിച്ചു പോകുന്നു. മ്യോൾനിയർ എടുക്കാൻ വേണ്ടിയിട്ട് തോർ പോകുന്ന സമയത്ത് അവഞ്ചേഴ്സ് ഉള്ള കാങ്ങിന്റെ സ്പേസ്ഷിപ്പ് ഫ്യൂച്ചറിൽ എത്തുന്നു. ഫ്യൂച്ചറിൽ എത്തിയതോടെ കാങ്ങിന്റെ സ്പേസ്ഷിപ്പ് നശിക്കുന്നുണ്ടെങ്കിലും അവഞ്ചേഴ്സ് രക്ഷപ്പെട്ടു. തോർ പാസ്റ്റിൽ തന്നെയാണ്. എന്താകും ഇനി അവഞ്ചേഴ്സിന് സംഭവിക്കാൻ പോകുന്നതെന്ന് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം.